വെറുതെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഗൂഗിൾ ജെമിനോട് ചോദിച്ചത് അടുത്ത് എവിടെയാണ് നല്ല സ്ഥലമുള്ളതെന്ന്. അവർ പറഞ്ഞു കൊച്ചരിക്കൽ ഗുഹകൾ കാണാൻ പോകാൻ. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൂനെയും കൂട്ടി ഒരു വീടിൻ്റെ അടുത്ത് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. അങ്ങനെ പയ്യെ പയ്യെ സ്കൂട്ടറൊക്കെ ആയിട്ട് ചെന്നു. അത് കുറേ സിനിമകളൊക്കെ പിടിച്ചിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. വേരുകൾ കൊണ്ട്, മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കണ തന്നെ രൂപപ്പെട്ടേക്കണ ഗുഹയാണെന്നാണ് പറയണത്. അങ്ങനെ പോണ വഴിക്കാണ് ഈ സൈഡിൽ നിറച്ചും മണ്ണെടുത്തിട്ട് വെക്കുക. കുറേ മണ്ണെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സ്ഥലത്തെത്തി. അവിടെ പാർക്ക് ചെയ്യാൻ ഒരു വല്യാപ്പൻ പാർക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചു. അങ്ങനെ പോയി സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ കണ്ടാ ഇതുപോലെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെന്നിറങ്ങിയതൊരു വലിയ കുളത്തിൻ്റെ അടുത്താണ്, വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ വലിയ മഴയില്ലാത്ത സമയത്ത് നല്ല വേനൽക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കുറവാണ്. നല്ല മഴയത്ത് നല്ല നിറച്ച് വെള്ളം ഉണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പം ഇവിടെ നല്ല തണുപ്പുണ്ട്. വെയിലുണ്ടെങ്കിൽ നല്ല മരത്തിൻ്റെ തണലുണ്ട്. അങ്ങനെ അപ്പൂനെ 2 പേര് അവിടെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി അതിന് ഫോട്ടോയൊക്കെ എടുത്ത് എൻ്റെ പുറകെ വീഡിയോയും പിടിച്ച് വന്നിട്ട് ഇതേ കാണുന്ന കേട്ടോ ഗുഹ. അത് ഈ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് തന്നെ രൂപപ്പെട്ടേക്കണ ഗുഹയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ വീഡിയോ എടുത്തില്ല. അവിടെ നല്ല തണുപ്പാണ് അതിൻ്റെ അകത്ത്. കണ്ടോ, മരത്തിൻ്റെ വേരും കൊണ്ട് കല്ലൊക്കെ തട്ടിത്തടഞ്ഞ് അവിടെ ഉണ്ടായേക്കണേ. അവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്. അവിടെ നിന്ന് ഒരു മോട്ടറും വെച്ചിട്ടുണ്ട്. നല്ല തെളിനീര് പോലത്തെ വെള്ളം അത്. ഇത് എങ്ങോട്ടാ പോകണമെന്നറിയില്ല. തിരിച്ചു വന്ന വഴിക്ക് ശൂലത്ത് വലിയൊരു പാറമട കണ്ടു. എൻ്റെ പൊന്നടാവി കണ്ട് അവിടെ ചെന്ന് നിന്നെൻ്റെ കാല് വിറയ്ക്കും. അതുപോലത്തെ പാറമട, നിറച്ചും വെള്ളം. അപ്പോൾ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോണവർ ഈ 2 സ്ഥലങ്ങളും കൂടി കണ്ടിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.